കണ്ണാടിയിൽ നോക്കി കുറച്ചു സമയം നിന്നു. അവൻ ചുംബിച്ച ചുണ്ടിൽ വിരൽ വെച്ചു. എന്നോട് സത്യം പറഞ്ഞു. ഇന്നലെ ശീതളിനെ കാണാൻ പോയത് ഞാൻ അറിഞ്ഞതാ. സാറിന് മറച്ചു വയ്ക്കാമായിരുന്നു. എന്നിട്ടും പറഞ്ഞില്ലേ. ഇനിയൊരിക്കലും അഭിമന്യു ആ പഴയ ആളാവില്ല, അതുറപ്പാ. ആദി സാറ് പറഞ്ഞ പോലെ. നാണം കൊണ്ട് മുഖം ചുവന്ന് കയറുമ്പോൾ ഉള്ളിൽ വല്ലാത്ത പേടിയും വന്ന് നിറഞ്ഞു. പെട്ടെന്ന് അഭി വന്നു. അവൾ വെപ്രാളത്തിൽ അവൻ്റെ അരികിലേക്ക് ഓടി. മാഡം എന്തു പറഞ്ഞു സാർ? എന്തു പറയാൻ, എങ്ങനെയും പിണക്കം മാറ്റി. ലക്ഷ്മിയുടെ മുഖം മങ്ങി. അഭിക്ക് ചിരി വന്നു. അവളെ കയ്യിൽ വാരിയെടുത്ത് നടക്കുമ്പോൾ പഴയതുപോലെയുള്ള പിടപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. നെഞ്ചിൽ തീക്കനൽ കത്തും പോലെ അവൾക്കൊരു വേദനയുണ്ടായി. അഭിമന്യു തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്ന ഭയത്തിൽ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അഭി തനിക്ക് മേലെ എതിർപ്പുകളൊന്നും പറയാതെ കിടക്കുന്നവളെ തല താഴ്ത്തി നോക്കി. സീത, എന്താ മോളെ? അവൾ ഞെട്ടലോടെ താടി അവൻ്റെ നെഞ്ചിൽ കുത്തി. മോളേന്ന് ഇതാദ്യമായാണ്. കണ്ണുകൾ വിടർത്തി പിടിച്ച് തന്നിൽ തന്നെ മിഴികൾ ഊന്നി കിടക്കുന്നവളുടെ തലമുടിയിൽ മൃദുവായി തഴുകി. നിനക്കെന്തേലും സങ്കടമുണ്ടോ? സീത, നിന്റെ സങ്കടവും സന്തോഷവും ഷെയർ ചെയ്യാം. കേൾക്കാനും എന്തിനും ഞാൻ ഒപ്പം ഉണ്ടാകും. അവൾ മൗനമായി തലകുലുക്കി. അഫി അവളെ ഇരുകൈയും വെച്ചും ചുറ്റിപ്പിടിച്ചു. ലവ് യു ഡി വൈഫി. പെണ്ണ് നിറഞ്ഞു ചിരിച്ചു. സീതാലക്ഷ്മിയെ വിട്ട് അഭിമന്യുവിന് ഒരു ജീവിതമില്ല. ഇത് എൻ്റെ ഉറപ്പാ. മാഡം എന്തു പറഞ്ഞു സാർ? വീണ്ടും ചോദിച്ചു. അവരുടെ എതിർപ്പിൽ അവിടെ സമാധാനത്തോടെ അവനൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന് അവൾക്കറിയാം. മമ്മ എൻ്റെ സീതയെ ഒന്നും പറയില്ല. ആൾക്ക് ഇത്തിരി അഹങ്കാരമുണ്ട് എന്നൊഴിച്ചാൽ പാവമാണ്. അമ്മയെ പുകഴ്ത്തി പറയുന്നവൻ്റെ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് കിടന്നു. അതെന്താ വർമ്മ സാറ് പാവമല്ലേ? അവൻ്റെ മനസ്സറിയാനാണ് ചോദിച്ചത്. ഹീസ് ദ ബെസ്റ്റ് ഡാഡി. ഒരു നല്ല ഫ്രണ്ട്. എന്നാലും ഞാൻ കൂടുതലായി അടുക്കാറില്ല. അതെന്താ? അവൻ ഒന്നും പറഞ്ഞില്ല. തലമുടിയിൽ മാത്രം ചലിച്ചുകൊണ്ടിരുന്ന വിരലുകൾ ചെവിയിലൂടെ കഴുത്തിലേക്കും അവിടെ നിന്നും താഴേക്കും ചലിക്കുന്നു. അവൾക്ക് ശരീരം കോരി തരിക്കും പോലെ തോന്നി. തന്നിലെ വികാരങ്ങൾ അത് മറ്റെന്തിനേക്കോ കൊതിച്ചു പോകുന്നതായി ലക്ഷ്മിക്ക് മനസ്സിലായി. നിത്യം വിളിച്ചായിരുന്നോ സീത? ഹാ സാർ. ലക്ഷ്മി ഉരുണ്ട് ബെഡിലേക്ക് തന്നെ കിടന്നു. എന്താടി, ഒത്തിരി ഇഷ്ടമായിരുന്നു. കയറി കിടക്ക്. വേണ്ട. അതെന്താ? മുഖത്തേക്ക് മുഖമടുപ്പിച്ച് പതിയെ ചോദിച്ചു. അത് ഒന്നുമില്ല. സാറിന് ശ്വാസം മുട്ടും. പെട്ടെന്നാണ് കീഴ്ചുണ്ടിനെ അവൻ നുണഞ്ഞെടുത്തത്. വല്ലാത്ത ആവേശത്തിൽ അവൾ വിറച്ചു പോയി. അഫി പതിയെ വിളിച്ചതും ആ കണ്ണുകൾ ചിരിച്ചതുപോലെ. നാവിനെ സ്വന്തമാക്കുമ്പോൾ അവളൊന്ന് ഉയർന്നു. കണ്ണുകൾ കൂമ്പി അടഞ്ഞു. പതിയെ പതിയെ കുറുകി. അവൻ നൽകുന്ന പ്രണയം അത്രത്തോളം ഇഷ്ടത്തോടെ സ്വീകരിച്ചു. ഉയർന്ന നിശ്വാസത്തോടെയാണ് അഫി അകന്നു മാറിയത്. മലർന്നു കിടന്ന് തലചരിച്ച് അവളെ നോക്കി. ആ സാറേ വിളി ഇനി ഞാൻ കേൾക്കരുത്. ഇനിയും വിളിച്ചാൽ ഇതിലും കൂടിയത് തരാൻ എനിക്ക് കഴിയും. കൈകൾ കഴുത്തിൽ നിന്നും താഴേക്ക് ചലിക്കുന്നു. ലക്ഷ്മിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. സ്വന്തമാക്കും ഞാൻ. ആ കൈകൾ അവയെ ഒന്ന് തഴുകി. അഫി, എനിക്കിഷ്ടാ ഒരുപാട്. അമർത്തി ഞെരിച്ചു. അവനിലെ പുരുഷൻ അവളിലെ ശിൽക്കാര സ്വരത്തിൽ പോലും ഉണരുന്നു. അഫി അവളെ വാരി പുണർന്നു. നിമിഷങ്ങളോളം അങ്ങനെ കിടന്നു. നിത്യ ആരവ് സാറിൻ്റെ വീട്ടിലുണ്ട്. അതെന്താ അവിടെ? വീട്ടിൽ നടന്നത് എല്ലാം പറഞ്ഞു. അവനാൾ കൊള്ളാലോ, പൂച്ചയെപ്പോലെ ഇരുന്നിട്ട്. അപ്പോൾ നിത്യ ഇനി ഹോസ്റ്റലിലേക്ക് പോകുന്നില്ലേ? അറിയില്ല. അവൾക്ക് ഹോസ്റ്റൽ ഇഷ്ടമല്ല. എന്നാൽ പിന്നെ ആരവിൻ്റെ വീട്ടിൽ താമസിക്കട്ടെ. അവന് ഒരു സഹായമാകും. ഭാനുമ്മയെ കുളിപ്പിക്കുന്നത് മുതൽ എല്ലാം അവനാ ചെയ്യുക. പാവം ചെക്കൻ്റെ ഒരു അവസ്ഥ കഷ്ടമാണ്. എന്ത് കഷ്ടം? ഒന്നുമില്ല. ആരവ് ചേട്ടന് അതിൽ ഇഷ്ടക്കേടൊന്നുമില്ല എന്ന് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാകും. നല്ല ചേട്ടനാ. എന്നും നന്മ മാത്രമേ ഉണ്ടാകൂ. അഫി അവളുടെ വയറ്റിൽ പിച്ചി. എന്താ? അഫിയേട്ടൻ പാവമല്ലേ? ആരവ് ചേട്ടൻ എന്ന വിളി ആൾക്ക് പിടിച്ചില്ല എന്ന് മനസ്സിലായതും ലക്ഷ്മി തലകുലുക്കി. എനിക്ക് അറിഞ്ഞൂടാ. ചുണ്ട് കൂർപ്പിച്ച് അവൾ പറഞ്ഞു. എന്നവാ, ആരവ് ചേട്ടനെ പോലെ കെയറിങ് ആവാൻ എനിക്കും അറിയാം. ഞാൻ എൻ്റെ ഭാര്യയെ അതുപോലെ ഇഷ്ടത്തോടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കാം. എന്തേ, പോയാലോ?
ലക്ഷ്മി അന്താളിപ്പോടെ ചാടിപ്പിടിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങി. അഫി തടഞ്ഞു. പറഞ്ഞിട്ട് പോയാൽ മതി. പക്ഷേ പ്രണയത്തോടെ ഞാൻ പലതും ചെയ്യും. സമ്മതം? അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. സീത, ആഗ്രഹമുണ്ട്. നിന്നിലെ ഗന്ധം വല്ലാത്തൊരനുഭൂതിയാ എനിക്ക് തരുന്നത്. അവൻ ആ മുടിയെ വിടർത്തിയിട്ട് അതിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. നിമിഷങ്ങൾക്ക് ശേഷം, നമുക്കൊന്ന് പുറത്തു പോകാം, എഴുന്നേറ്റേ, അവൻ വിളിച്ചു. വേണ്ട, ഉറക്കം വരുവാ. സാറ്, സോറി, പൊയ്ക്കോ. ആര്? അവൻ കുറുമ്പോടെ ചോദിച്ചു. അഭിമന്യു വർമ്മ. ലക്ഷ്മി പറഞ്ഞു. നീ എൻ്റെ ഒപ്പം വരണം, ഒരൗട്ടിങ് പ്ലീസ് ലക്ഷ്മി, പോകാം. അവൾക്ക് ഇഷ്ടമില്ലാത്തതുപോലെ. എനിക്കൊന്ന് ഹോസ്പിറ്റലിലും കയറണം. കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് വേദന. ഹാ, എന്നാ വരാം. അവൻ അരികിൽ നിന്നും എഴുന്നേൽക്കും മുന്നേ അഫി അവൾക്ക് മേലെ സ്ഥാനം ഉറപ്പിച്ചു. കണ്ണുകൾ തമ്മിൽ പരസ്പരം ഉടക്കി. സാരി മതി സീത. അത് നല്ലതൊന്നുമില്ല. ഇയാൾക്കൊപ്പം വരുമ്പോൾ അതൊക്കെ എങ്ങനാ ചുറ്റുക? സാറ് വാങ്ങിത്തന്ന ചുരിദാറുണ്ട്, അതുപോലെ. ആ സാരി മതി. നമുക്ക് തിരികെ വരുമ്പോൾ കുറച്ച് സാരി മേടിക്കാം. അവൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ സെലക്ട് ചെയ്യും. നീ ഓരോ ദിവസവും മാറി മാറി ചുറ്റും. ഈ സൗന്ദര്യം ഞാൻ ആസ്വദിക്കും. ഒരു കോൾ വന്നതും അവളുടെ കവിളിൽ ചുണ്ട് ചേർത്തുകൊണ്ട് അഫി എഴുന്നേറ്റു. ഒരു ബിസിനസ് മീറ്റുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അവരാ. സീത, ഡ്രസ്സ് മാറ്, അപ്പോഴേക്കും ഞാൻ വരാം. അവൻ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അഭിമന്യു, വാക്കുകളിൽ കരുതൽ ഒളിപ്പിക്കുന്നവൻ, കണ്ണിൽ പ്രണയം നിറച്ചവൻ. ചുംബിച്ചു പോയേനെ ഞാൻ. ഡ്രസ്സ് മാറി രണ്ടുപേരും താഴേക്ക് വന്നു. വർമ്മ ലക്ഷ്മിയെയും അഭിയെയും കണ്ണെടുക്കാതെ നോക്കി. സൂപ്പർ, മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഇന്ദുജയെ പേടിച്ച് വർമ്മ പതിയാണ് പറഞ്ഞത്. താങ്ക് യു ഡാഡി. അഫിയും കള്ളച്ചിരിയോടെ ശബ്ദം താഴ്ത്തി തന്നെ പറഞ്ഞു. ഇന്ദുജ വന്നതും ലക്ഷ്മി തല താഴ്ത്തി. അഫി അവളുടെ ചൂണ്ടു വിരലിൽ അമർത്തി പിടിച്ചു. ദേ എൻ്റെ സീത, ഈ പേടി നല്ലതല്ലാട്ടോ, തല നിവർത്തടി. ഗൗരവമാണ് അവനിൽ. അവൾ ഇന്ദുജയെ നോക്കി. അവരുടെ മുഖത്തിന് പഴയ പോലെ കടുപ്പമൊന്നുമില്ല. എവിടേക്കാ മോനു? അത് എൻ്റെ കഴുത്തിന് ഒരു വേദന, ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. പെട്ടെന്ന് വരണം കേട്ടോ. വാത്സല്യത്തോടെ പറയുമ്പോൾ ലക്ഷ്മിയും വർമ്മയും കണ്ണും തള്ളി പരസ്പരം നോക്കി. പോർച്ചിൽ നിരന്നു കിടക്കുന്ന ആഡംബര കാറുകൾ. ദൈവമേ, ഇതിലൊരെണ്ണം വിറ്റാൽ എൻ്റെ സിദ്ധൂട്ടൻ്റെ സർജറി നടക്കും. ഒരു വീടും പുരയിടവും സ്വന്തമായി വാങ്ങാമായിരുന്നു. പണമുള്ളവന് പൊങ്ങച്ചം കാണിക്കാൻ ഓരോന്ന് ചെയ്തു കൂട്ടുന്നു. ഇല്ലാത്തവന് ഓരോ ദിവസവും എങ്ങനെയും കടത്തി വിടാനുള്ള വെപ്രാളവും. മനസ്സിൽ പറയുമ്പോൾ ഒരു വൈറ്റ് കാറ് അടുത്ത് ചേർത്ത് നിർത്തി. എൻ്റെ സീതാദേവി സ്വപ്നം കാണുവാണോ? ലക്ഷ്മി പോലും അറിയാതെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു. കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. അവൻ്റെ കാറ് ഗേറ്റ് കടന്നു പോയതും വർമ്മ ആശ്വാസത്തിൽ തിരിഞ്ഞു നടന്നു. കൂടുതൽ സന്തോഷിക്കണ്ട, അധിക നാൾ ഉണ്ടാവില്ല. അവളെ അവൻ തന്നെ ആട്ടിയിറക്കും. വർമ്മ നോക്കിക്കോ. അയാളത് കാര്യമാക്കാതെ പുച്ഛിച്ച് തള്ളി. എന്താ സീത, ഒന്നും മിണ്ടാത്തെ? അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഞാൻ എന്തു പറയാൻ? സാരി ഇഷ്ടായോ? ഫുഡ്, അതിനെപ്പറ്റി പറയാം. പിന്നെ വേണേൽ എൻ്റെ ചുംബനത്തെ പറ്റിയും പറയാം. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ. സാരിയും ഫുഡും എല്ലാം ഇഷ്ടായി. ഓ, എന്നാ ഇഷ്ടമാകുന്ന രീതിയിൽ തരട്ടെ. അവൻ ചുണ്ട് കൂർപ്പിച്ചു. കാറ് സൈഡൊതുക്കി. അത്. അവൾ സാരി തുമ്പിൽ അമർത്തി പിടിക്കുന്നു. അഫി കാറിൻ്റെ സൺറൂഫ് മാറ്റിയതും നല്ല തണുത്ത കാറ്റ് കാറിനുള്ളിലേക്ക് കയറി. ലക്ഷ്മിയുടെ കണ്ണുകൾ വികസിച്ചു. എന്താ ഇഷ്ടമാകാത്തത്? വേദനിപ്പിക്കുന്നത് കൊണ്ടാണോ? കീഴ്ചുണ്ടിലെ ചെറുതായി നീളിച്ചു കിടക്കുന്ന പാടിൽ വിരൽ അമർത്തിക്കൊണ്ടാണ് ചോദ്യം. അഫി, പറയും ലക്ഷ്മി. എന്നെ നിനക്ക് ഇഷ്ടാന്ന് എനിക്കറിയാം. ഇഷ്ടാ എല്ലാം. തല താഴ്ത്തി പിടിച്ചിരുന്നു. താങ്ക്സ്. ചെവിയെ ഒന്നാകെ അവൻ നുണഞ്ഞു വിട്ടു. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു. പ്രണയം എന്തെന്ന് അറിയാൻ കഴിയാതെ മരുഭൂമിയായി വറ്റി വരണ്ട് കിടന്ന എൻ്റെ ഹൃദയത്തിൽ ചാറ്റൽ മഴയായി നീ വന്ന് കൂട് കൂട്ടിയതിനു ശേഷമാണ് ഈ ചുംബനത്തിൽ പോലും ഇത്രയും മധുരമുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അവൻ്റെ ആർദ്രമായ പ്രണയസ്വരം. അവൾ തരളിതയായി മാറിയ നിമിഷം ആ ദൃഢമായ കയ്യിൽ മുറുകെ പിടിച്ച് തോളിലേക്ക് ചാരി കിടന്നു. അഫി, സീത, പോകാം നമുക്ക്. ഹോസ്പിറ്റലിൽ പോകണ്ടേ? എനിക്ക് വേദനയൊന്നുമില്ല. പോയി
നീ വരില്ലെന്ന് അറിയാം, അതുകൊണ്ട് ഒരു ചെറിയ കള്ളം പറഞ്ഞതാ. അവളുടെ കവിളുകൾ വീർത്ത് കെട്ടി. കാറ് മുന്നിലേക്ക് ചലിച്ചു. ദേ ഈ സീറ്റിൽ കയറി നിന്ന് പുറത്തേക്ക് നോക്കിയേ. വേണ്ട, തല ചുറ്റും. ഒന്നുമില്ല പെണ്ണെ, പതിയെ ഡ്രൈവ് ചെയ്യൂ. അവൾ എഴുന്നേറ്റു. അവൻ്റെ മുഖത്തേക്ക് നോക്കി. അഫി കണ്ണ് ചിമ്മി. ഓടി ഒളിക്കുന്ന കാറ്റിൽ കൈകൾ രണ്ടും വിടർത്തി പിടിച്ചു. പുറത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ണിൽ നിന്നും മറയുന്നു. ആദ്യമായാണ് ഇങ്ങനെയൊക്കെ. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് കൂടിയില്ല ഇതുപോലെയുള്ള നിമിഷങ്ങൾ. സ്വപ്നലോകത്തെന്ന പോലെ നിൽക്കുമ്പോൾ കാൽപാദത്തിൽ അവൻ്റെ വിരൽ ചലിക്കുന്നു. ലക്ഷ്മി പെട്ടെന്ന് സീറ്റിലേക്ക് തന്നെ ഇരുന്നു. സമ്മതിക്കില്ല അല്ലേ സീത? വേണ്ട. എന്താ വേണ്ടാത്തേ? ഇപ്പോൾ വേണ്ട. ഓ, എത്ര നാൾ കാത്തിരിക്കണം? അച്ഛനെ കാണണം, എല്ലാം പറയണം. ഞാനെല്ലാം മറച്ചു പിടിക്കുക, പേടിയുണ്ട്. ഓക്കെ, പോകാം. ഈ തിരക്ക് ഒന്നൊഴിഞ്ഞോട്ടെ. സീതാലക്ഷ്മിയുടെ നാട്ടിൽ കുറച്ച് ദിവസം നിൽക്കാനുള്ള ഒരുക്കത്തോടെ പോകാം. കാറ് നിന്നു. അവൾ പുറത്തേക്ക് നോക്കി. ആർത്തിരമ്പുന്ന കടൽ, നല്ല തിരക്കുണ്ട്. അഫി വേണ്ട, നമുക്ക് പോകാം. ബീച്ചാണ് മോളെ ഇത്. നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. അഫി ഇറങ്ങിയിട്ടും അവൾ ആ ഇരിപ്പാണ്. വാ സീത. അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് നടന്നു. തിരമാലകൾ അവരെ പുൽകി ഉണർത്താനായി വരുന്നുണ്ട്. ലക്ഷ്മി അവനെ കെട്ടിപ്പിടിച്ചു. എനിക്ക് പേടിയാഫി, കരയാൻ തോന്നുന്നു. വിങ്ങി പൊട്ടുന്നുണ്ട് രാവണൻ്റെ സീത. ഏയ് എന്താടി, കടൽ ഇഷ്ടമല്ലേ? അറിയില്ല, ഞാൻ പോയിട്ടില്ല. അവളെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ച് മുന്നിലേക്ക് നടന്നു. അതെന്താ സീത, നീ എന്തേലും എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ടോ? അമ്മയെ ഓർമ്മ വരുന്നു. വെള്ളം കാണുമ്പോൾ മരിച്ചു കിടക്കുന്നത് കൺമുന്നിൽ വന്നു നിൽക്കുക. വേദനയോടെ ഏങ്ങുന്ന അവളുടെ പിൻഭാഗത്ത് തട്ടി. അമ്മയെക്കുറിച്ച് മാത്രം ലക്ഷ്മി പറഞ്ഞു. എന്നാ വേണ്ട, പോവാം. എനിക്ക് ഈ ചുണ്ടിൽ ഒരു ചുംബനം തരാൻ വല്ലാത്ത കൊതിയുണ്ട്. ലക്ഷ്മി ചുണ്ട് ഉള്ളിലേക്ക് വലിച്ചു. ചുറ്റിനും നോക്കി. നല്ല തിരക്കാ, അറിയാം. എന്നാലും ഒരു കുഞ്ഞ് ഫ്രഞ്ച് അഫിയുടെ സന്തോഷത്തിന്. വേണ്ട, രാവിലെ തന്ന സന്തോഷം ദേ കറുത്ത് നീളിച്ചു പോയി. തിരികെ വന്ന് കാറിലേക്ക് കയറിയിരുന്നു. അഫി ഐസ്ക്രീം ഷോപ്പിലേക്ക് പോയി. തിരികെ പെട്ടെന്ന് തന്നെ വന്നു. ദേ സ്ട്രോബെറിയാണ്. എൻ്റെ സ്ട്രോബെറിക്ക് ഇഷ്ടമല്ലേ? വിരലിൽ കുറച്ച് ക്രീം തൊട്ടെടുത്ത് ചുണ്ടിലെ നീളിച്ച പാടിൽ തേച്ചു കൊടുത്തു. അവൾ അങ്ങനെയിരുന്നു. എന്താടി വേണ്ടേ? ഞാൻ എടുക്കട്ടെ? പെട്ടെന്ന് അവൾ ചുണ്ടിൽ പറ്റിയതിനെ നാവിനാൽ നുണഞ്ഞെടുത്തു. സന്തോഷിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. കഴിച്ചോ. ലക്ഷ്മി ഐസ്ക്രീം വാങ്ങി. സാറിന് വേണ്ടേ? വേണം, പക്ഷേ ഞാൻ ഒന്നേ വാങ്ങിയുള്ളൂ. നമുക്ക് അത് മതി. വീർപ്പ് മുട്ടിക്കുന്ന അവൻ്റെ പ്രണയം. അവൾ തല കുലുക്കി. മനസ്സിലായല്ലേ? ആ, US-കാരനല്ലേ? ബുദ്ധി അപാരമാണ്. അവൻ്റെ ഉറക്കെയുള്ള ചിരി. ഒപ്പം അവളും ചിരിച്ചു. മമ്മയുടെ കോൾ വന്നു. ലക്ഷ്മിയുടെ കണ്ണിൽ ഭയം. അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. സാർ വേണ്ട, എൻ്റെ മൂടങ്ങ് പോകും. അവൾ സീറ്റിൽ ചാരി. ഉറക്കം വരുന്നുണ്ടോ ലക്ഷ്മി? ഇല്ല. പതിയെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. തല താഴ്ത്തി കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് നോക്കി. ഈ പ്രണയം ഇനി എത്ര നാൾ? എൻ്റെ ജാതകത്തിന് എന്തേലും ദോഷമുണ്ടോ ആവോ? ആശിക്കുന്നതെല്ലാം കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. എല്ലാവരും സ്നേഹിക്കുന്നു, പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു. അഭിമന്യുവും മമ്മയ്ക്ക് വേണ്ടി എന്നെ തള്ളി പറയോ? വേദനയോടെ കണ്ണുകൾ മുറുകെ അടച്ചു. രാവണൻ എന്ന തണൽ എന്നുമുണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെ. തോളിൽ ചെറിയ തണുപ്പ് പടരുന്നു. അഫി ഇടത് കൈ സ്റ്റിയറിങ്ങിൽ നിന്ന് മാറ്റി ഇടുപ്പിലൂടെ കൈ കടത്തി അവളെ മൊത്തമായി തന്നിലേക്ക് അടുപ്പിച്ചു. തല താഴ്ത്തി സിന്ദൂരം പടർന്ന നെറുകയിൽ അമർത്തി ചുംബിച്ചു. ലക്ഷ്മി പുഞ്ചിരിച്ചു. ഇപ്പോൾ സന്തോഷമല്ലേ? നമുക്ക് ഈ നൈറ്റ് അടിച്ചു പൊളിച്ചാലോ? പോകുമ്പോൾ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിപ്പോകാം. എനിക്ക് ഈ റോസിൻ്റെ മണം വലിയ ഇഷ്ടമാണ്. അവൾ തല വിലങ്ങനെ കുലുക്കി. എന്തിനെയോ പരതി നടക്കുന്ന അവൻ്റെ കൈക്ക് മേലെ കൈവച്ചു. ഇല്ല, സീത ഇങ്ങോട്ട് വരാതെ അഫി തോറ്റ് തരില്ല വൈഫി. നീ ഈ നാണം, ഭയം ഇതെല്ലാം വിട്ട് കണ്ണും പൂട്ടി എന്നോട് പറയുന്ന ആ ഒരു നിമിഷം, ഹോ, ചിന്തിക്കാൻ കൂടി വയ്യ. വ്യാമോഹമാണ് മോനെ അഭിമന്യു വർമ്മ. അവളും ഉള്ളിലെ നൊമ്പരം മറന്ന് വീറോടെ പറഞ്ഞു. യെസ്.
ഈ സീതാലക്ഷ്മിയാണ് പവർഫുൾ. ഇവളെയാണ് എനിക്കിഷ്ടവും.